അങ്ങനെ ബർത്ത്ഡേക്കുള്ള ഒരു ഗിഫ്റ്റായി. ഈ പെട്ടി നിറയെ സാധനങ്ങളായി അല്ലേ? ബാ, നാളെ സർപ്രൈസ് ആയിട്ട് അച്ഛൻ മുഖം മൂടി തരും. അപ്പൊ മോനെ അഭിനയിക്കൂലേ? കല്യാണ പെണ്ണിനെയും കാണാം, അറയും കാണാം. നമ്മുടെ ഇന്ദ്രുവിന്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ തലേ ദിവസമാണിത്. സത്യം പറഞ്ഞാൽ ചെറിയൊരു സർപ്രൈസ് പ്രാങ്ക് എല്ലാം കൊടുക്കാനുള്ള പ്ലാനിങ് ആണ് നമ്മൾ. അപ്പം അതിൻ്റെ ഒരു പിന്നെ സർപ്രൈസ് പ്രാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇന്ദ്രു ഇവിടെ നിന്ന് ഒരേ കരച്ചിലല്ല, ഒരേ വാശിയാണ്. ഇങ്ങനെ വാശിന്നല്ല, ആഗ്രഹമുള്ളൂ. ഞാൻ ഇപ്പം അതിനകത്ത് കാണിക്കാം ജസ്റ്റ്, അച്ഛേ ബർത്ത്ഡേ ആയിട്ട് സർപ്രൈസ് വേണം അച്ഛേ, ഇത് തന്നെ പിടുത്തം. എപ്പം തുടങ്ങിയെന്നറിയാം. ഇപ്പം ബർത്ത്ഡേ നാളെയാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേങ്കിൽ ഇതിന് ഡിസംബർ തൊട്ടേ ഇവൻ തുടങ്ങിയിട്ടുണ്ട്. ഡിസംബർ 28 വാവക്ക് സർപ്രൈസ് തരുമല്ലോ. എന്താ സർപ്രൈസ് തരാം? അപ്പം ഞങ്ങൾ പറയട്ടെ, ഇത് സർപ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പാടില്ല, സർപ്രൈസ് ആയിട്ട് തരേണ്ട കാര്യല്ലേ. പക്ഷെ അതൊന്നും പറ്റില്ല, അവന് സർപ്രൈസ് വേണം. അപ്പൊ സർപ്രൈസ് വലിയ സാധനമല്ല ഇത് സർപ്രൈസ് ആദ്യമായിട്ട് ചോദിച്ചത്. അങ്ങനെ ഇതല്ല സർപ്രൈസ്, അങ്ങനെ ചോദിച്ചിട്ടില്ല. ഇപ്പം അവനിപ്പോൾ നോർമലി മുഖം മൂടി അങ്ങനത്തതൊക്കെ ചോദിക്കുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. മുഖം മൂടി വേണം അങ്ങനെ. ഇപ്പം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ മനസ്സിൽ ഒരു മുഖം മൂടിയുണ്ട്. ഈ സ്പൈഡർമാൻ്റെ ഒരു മുഖം മൂടി കാണാം ഇങ്ങനെ. അത് നമ്മളിങ്ങനെ ഈ കണ്ണ് ഇങ്ങനെ തുറയും ചെയ്യും അടയും ചെയ്യും ഓട്ടോമാറ്റിക്. ഇങ്ങനെ ഇങ്ങനെ എന്തോ അമർത്തുമ്പോൾ സമയത്ത് തുറയും, അല്ലാത്ത സമയത്ത് അടയും. അത് ഭയങ്കര വീക്ക്നെസ്സാണ്. അപ്പം അത് വേണമെന്നും പറഞ്ഞ് പുള്ളി ചോദിക്കുന്നുണ്ട്. അത് വേറൊരു സാധനം പുള്ളി ആദ്യം ചോദിച്ച്, അത് പിന്നെ പറയാം എന്താണെന്ന്, ആ വലിയ സംഭവം എന്താണെന്ന് പറയാം. സാധനം ആദ്യം ചോദിച്ചു. അപ്പൊ ഞങ്ങൾ ഇല്ല, അവൻ പിന്നെ അങ്ങനെ വാശി പിടിക്കൂല. ആദ്യം അവൻ ചോദിച്ച് വലിയൊരു സാധനമാണ് അവൻ ചോദിച്ചത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇല്ല ഇന്ദ്രു, അത് നമുക്ക് തരാൻ പറ്റില്ല, വാങ്ങിക്കൂല, 8 വയസ്സെല്ലാം ആവട്ടെ എന്നിട്ട് വാങ്ങിക്കുക. ഇതിപ്പോ 7ാം ബർത്ത്ഡേയില് 8ാമത്തെ ബർത്ത്ഡേക്ക് വാങ്ങിത്തരാന്ന് പറഞ്ഞപ്പോ എന്നാ കുഴപ്പമില്ല, മുഖംമൂടിക്ക് അത്രേ പൈസയുള്ളൂ, ഓൺലൈനിൽ അത്രേ പൈസ 300 രൂപ 350 രൂപ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതിന് കുറച്ച് പൈസ ഉണ്ടെന്ന് തോന്നുന്നു, 100-600 രൂപ എന്നോട് പറഞ്ഞിട്ടില്ല ഈ സംഭവം. അപ്പൊ ഈ മുഖംമൂടി വേണമെന്ന് പറഞ്ഞു. അപ്പൊ അതെങ്ങനെയാന്ന് പറയാം, നമ്മളൊരു സർപ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ, സർപ്രൈസ് ആയിട്ട് അതിനുള്ളിൽ എന്താണെന്ന് അറിയൂലല്ലോ. മുഖംമൂടി സർപ്രൈസ് ആയിട്ട് താന്നാ പറയണത്. അതിന്റെ വീഡിയോസ് 1-2 ഒക്കെ ഉണ്ട്, ഞാനിവിടെ കൊടുക്കാട്ടോ. സർപ്രൈസിന് വേണ്ടി കരയുന്നതും അതിന്റെ വീഡിയോസ് ഉണ്ട്, അതെല്ലാം ഇവിടെ നിങ്ങൾ എന്തായാലും കൊടുക്കാം. കേക്ക് മാത്രം മേടിച്ചാൽ മതി. അപ്പൊ ഒരു കേക്ക് മാത്രം മേടിച്ചാൽ മതി. നമുക്ക് എന്നിട്ട് മുറിക്കാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോരെ. എന്ത് ഗിഫ്റ്റ്? ഗിഫ്റ്റാ? ചേച്ചിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ലല്ലോ, പിന്നെ എന്തിനാ മോന് മാത്രം ഗിഫ്റ്റ്? പറഞ്ഞില്ല അടുത്ത ബർത്ത്ഡേക്ക് എന്തായാലും വാങ്ങിത്തരും. അല്ല ഗിഫ്റ്റ് അല്ല, ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് അല്ലെന്ന് അറിയുന്നത്. ഈ ബർത്ത്ഡേക്ക് ഇല്ലെങ്കിൽ പിന്നെ 8ാം ബർത്ത്ഡേക്ക് മേടിച്ചിരുന്നു. 8ാം ബർത്ത്ഡേക്കല്ലേ സൂപ്പർ, 8ല് പൊട്ടനാവും. നിങ്ങൾ രണ്ടാളും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. ചേച്ചിന്റെ ബർത്ത്ഡേക്ക് ചേച്ചിക്ക് ഒന്നും കൊടുത്തില്ല, 10ാം ബർത്ത്ഡേക്ക് വരെ കൊടുത്തിന്. 10ാം ബർത്ത്ഡേ വരെ കൊടുത്തിന്. ആ വാവേന്റെ 6ാം ബർത്ത്ഡേ വരെ തന്നില്ലേ വാവക്ക് ഗിഫ്റ്റ്? കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ച സൈക്കിള് ഈ വർഷം പോലും ഉപയോഗിച്ചിട്ടില്ല. ഇനിയിപ്പോ എന്താ വേണ്ടത് ഗിഫ്റ്റ്? അത് പറ, നോക്കാം, നമുക്ക് ആലോചിക്കാം എന്താ വേണ്ടത്. എന്ത് ഗിഫ്റ്റ് എന്റെ മോന് വേണ്ട അത് പറ. കരയല്ല എന്റെ മോൻ, എന്തെങ്കിലും മതി എന്റെ മോന്. ചെറിയ ഗിഫ്റ്റ് ഒരു ചെറിയ പെട്ടിയിലാക്കിട്ട് എന്തെങ്കിലും പോരെ സർപ്രൈസ് ആയിട്ട്. അത് അച്ഛേറ്റ് കേട്ടാ, എന്റെ മോൻ കരയണ്ട കേട്ടാ. അച്ഛന്റെ മുത്തിനൊക്കെ സർപ്രൈസ് ആയിട്ട് അച്ഛൻ എന്തെങ്കിലും എന്റെ മോനെ ഇന്നത് വേണമെന്നൊന്നുമില്ല. അപ്പൊ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് മതി അല്ലേ, അത് അച്ഛൻ വാങ്ങിത്തരും കേട്ടോ. അച്ഛനെ മുത്ത് കരയണ്ട കേട്ടാ. ചിലപ്പോ എന്നാണേ എന്ത് വാങ്ങിത്തരാനാണ് പറയുന്നത്? നാളെ ബർത്ത്ഡേക്ക് എന്ത് വാങ്ങേണ്ടത്? ഇപ്പോ സ്പൈഡർമാന്റെ മുഖംമൂടി ഉണ്ടായ സെറ്റായി. ഇതിൽ എന്താന്നറിയോ, അതിടുക, അച്ചക്കൂടാ അതിടുക, ഇത് കുപ്പായത്തിന്റെ ഉള്ളിൽ ആ തുണി കയറ്റി വെക്കുക, എന്നിട്ട് ഏതെങ്കിലും ഷർട്ട് എന്തെങ്കിലും ഇട്ടുക. സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് ഇതാണ് സർപ്രൈസ് മുഖംമൂടി വാങ്ങിത്തരണം എന്ന് പറയുന്നത് സർപ്രൈസ് ഗിഫ്റ്റ്. നാളെ ബർത്ത്ഡേക്ക് സ്പൈഡർമാന്റെ മുഖംമൂടി സർപ്രൈസ് ആയിട്ട് വാങ്ങിത്തരണേ അച്ഛന്ന്. നല്ല സർപ്രൈസ് അല്ലേ അതിന്തൊരു ഇതിനെയാ സർപ്രൈസ് എന്ന് പറയുന്നത്? കള്ള
സർപ്രൈസ് എന്ന് പറഞ്ഞ ഗിഫ്റ്റ് എന്താണെന്ന് പറയാൻ പാടില്ല, അങ്ങനെയല്ലാന്ന്. ഇത് ഗിഫ്റ്റ് എല്ലാം മറ്റേ മുഖംമൂടി വേണമെന്നെല്ലാം പറഞ്ഞേപ്പിച്ചിട്ട് സർപ്രൈസ് വരും. ഇതെന്ത് സർപ്രൈസാ? എന്നിട്ട് താൻ അഭിനയിക്കോ സർപ്രൈസ് ആവുന്നാൽ? എന്നാ അച്ഛൻ സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിത്തരാം. താൻ വീഡിയോയിൽ അഭിനയിക്കോ? ഇങ്ങനെ സർപ്രൈസ് ആയി കിട്ടിയ പോലെ അഭിനയിക്കോ? ഓക്കെ, അഭിനയിക്കണം നല്ലോണം. ആർക്കും മനസ്സിലാവരുത് സർപ്രൈസ് ആണ്, അച്ഛൻ മോനും മാത്രമേ അറിയാൻ പാടുള്ളൂ. അഭിനയിക്കൂലേ? സെറ്റല്ലേ നമുക്ക്? ഓക്കെ. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് വന്നല്ലോ എന്തായാലും. അപ്പോൾ സംഭവിച്ച ബർത്ത്ഡേൻ്റെ തലേ ദിവസത്തെ വ്ളോഗിലെ കുറച്ചൊരുക്കങ്ങളൊക്കെയാണ് ഈ വ്ളോഗിൽ. അതെന്താണെന്നറിയാമോ? അപ്പം ഞാൻ ഇയാളോട് പറഞ്ഞിട്ടുണ്ട് സർപ്രൈസായിട്ട് ആരും അറിയാതെ അച്ഛനും ഭാവിയും കൂടി മാത്രം പ്ലാനാക്കാമെന്ന്. സർപ്രൈസ് ഞാനും ഇന്ദ്രുവും കൂടി. എന്തെന്ന് ഇന്ദ്രുവും കൂടി എന്ത് ഞാൻ പെട്ടിയിലാക്കിയത് കൊണ്ടുവന്നിട്ട് അപ്പോൾ ഇന്ദ്രു മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിച്ചോളാന്നാണ് പറഞ്ഞേക്കുന്നത്. അത് വീഡിയോ ഉണ്ട്. അപ്പോൾ ഇന്ദ്രു അപ്പോൾ ഞാനിപ്പോൾ എന്താക്കും, താഴോട്ട് പോയിട്ട് ഇന്ദ്രുവിനോട് പറയും ഇവരെ ആരും അറിയാണ്ട് ഈ മുഖംമൂടി പെട്ടിക്കകത്ത് കൊണ്ടുവരുന്നതായിട്ട് ഇന്ദ്രുവിൻ്റെ അഭിനയിപ്പിക്കുന്നതായിട്ടൊക്കെ നമുക്ക് വ്ളോഗിൽ കാണിക്കാം. അത് ബർത്ത്ഡേ വ്ളോഗിൽ. ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേന്ന് മനസ്സിലാവുന്നില്ല. അതായത് നമ്മളിപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ ഒപ്പ എന്നെ മാറ്റി നിർത്തിയിട്ട് ഒപ്പ ഇന്ദ്രുവിനെ മാത്രം വിളിച്ച് നിർത്തിയിട്ട് വീഡിയോ എടുക്കും. എന്നിട്ട് ഒപ്പ ഇന്ദ്രുവിനോട് പറയും ബാവേ അച്ഛ മുഖംമൂടി വാങ്ങിക്കാൻ വേണ്ടി പോകുന്നുണ്ട്, അമ്മ എവിടെ അമ്മക്ക് തുണി അടിക്കാൻ വേണ്ടി കൊടുക്കാനുണ്ട്, അതിന് അമ്മ പോകുമ്പം അമ്മ കാണാണ്ട് മുഖംമൂടി വാങ്ങിക്കൊണ്ടുവരും, എന്നിട്ട് ഇത് എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കണം, അച്ഛക്കും മോനും മാത്രമേ അറിയുള്ളൂ എന്നെല്ലാം പറഞ്ഞിട്ട് ഇത് പറ്റിക്കും ആളാ. ഇതെന്തിനാ അവന്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ്? നമുക്ക് എന്തായാലും കാണാം. അപ്പൊ ഇത് പറഞ്ഞാൽ തീരൂല. അപ്പൊ ഞങ്ങളിപ്പോ പോകുന്നത് ഗിഫ്റ്റ് ഉണ്ട്. ഇന്ദ്രുവിന്റെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്. അവൻ ആഗ്രഹിച്ച പോലെ ഒരു ഇത് ഈ സംഭവം നമ്മൾ രണ്ടാളും മാത്രം അറിഞ്ഞിട്ടുള്ളൂ, വേറെ ആർക്കും അറിയില്ല. പിന്നെ ഈ അയച്ചാക്കും ഗിഫ്റ്റ്, അവർക്ക് മാത്രമേ സംഭവം അറിയുള്ളൂ. അപ്പം അതെന്താ ഗിഫ്റ്റ് എന്ന് നമുക്ക് നാളത്തെ ബർത്ത്ഡേ വ്ളോഗിൽ കാണാം. അവന് കൊടുക്കുമ്പോഴുള്ള എക്സ്പ്രഷൻസ് ഒക്കെ കാണാം. അപ്പം ഇപ്പോൾ നമ്മൾ ഈ ഗിഫ്റ്റ് ഇവിടെ നമ്മുടെ കണ്ണൂരിന്ന് നമുക്ക് കൊണ്ടുവരണം. അപ്പം അത് ഇവിടത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല. ഒന്നല്ലെങ്കിൽ നമ്മുടെ അജയുടെ വീട്ടിൽ എവിടെയെങ്കിലും വെക്കണം. ഷാജാറിൻ്റെ വീട്ടിൽ എവിടെയെങ്കിലും വെക്കും. അപ്പം ഇപ്പം നമുക്ക് ഗിഫ്റ്റ് എടുക്കാം. ഇപ്പം നമ്മുടെ ഈ വ്ളോഗിൽ നമുക്ക് ഗിഫ്റ്റ് എടുക്കാൻ പോവാം. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ ദുർഗയുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾക്ക് ചെറിയൊരു കയ്യബദ്ധം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എന്തൊക്കെയോ തിരക്കുകളിൽ പെട്ടിട്ട് ഞങ്ങൾ രണ്ടാളും ഒടക്കിയൊക്കെയായിരുന്നു. ചെറിയൊരു സൗന്ദര്യപ്പടക്കം നിങ്ങൾ ആ വ്ളോഗ് കണ്ടിട്ടുണ്ടാവില്ലേ, ഡ്രസ് എടുക്കാൻ പോയതല്ലോ വെച്ചതും അതിലെല്ലാം ഞാൻ എൻ്റെ മൂഡ് സ്വിങ്സും ഓപ്പൊക്കെ അതിലും വലിയ സ്വിങ്സ് എല്ലാം ആയിട്ട് ഞങ്ങൾ തമ്മിൽ ഇതായത്. പിന്നെ ഞങ്ങൾ ഒന്ന് പറഞ്ഞിരുന്നേ 10 വയസ്സ് വരെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് പോരേന്ന്, അതിന് ശേഷം മതിയാക്കാന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ദുർഗുവിന് അത് ഭയങ്കര ഫീലായിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഇന്ദ്രുവിന് ഇങ്ങനെ ഇത് ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് ദുർഗക്ക് അത് വിഷമാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ ദുർഗയുടെ ആ പരാതി നമുക്ക് തീർക്കാം. ദുർഗുവിന് പറ്റിയ 1-2 ഗിഫ്റ്റ് പുള്ളിക്കകത്തേക്ക് ചെറുത് ഇങ്ങനത്തെ നമ്മൾക്ക് ഇഷ്ടം. അപ്പൊ അതും നമുക്ക് വാങ്ങാം. അപ്പൊ നമുക്ക് അത് വാങ്ങുന്നതും ഗിഫ്റ്റ് കൊണ്ടുവരുന്നതും ഇതിന്റെ ഒരുക്കങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വ്ളോഗിൽ. അതായത് ഇന്ദ്രുവിന്റെ ബർത്ത്ഡേന്റെ ഒരു തലേ ദിവസം. എന്നിട്ട് ബർത്ത്ഡേ വ്ളോഗ് നാളെ വരും. പൊളിക്കാം, നമുക്ക് എല്ലാവർക്കും കൂടി പൊളിക്കാം. അതെ, ഞങ്ങൾക്ക് ഇവിടെ അടുത്തൊരു കല്യാണം ഉണ്ട്. അതെ, അപ്പൊ എന്നാ പിന്നെ നമുക്ക് പോവാം. എന്തായാലും ഒപ്പം പോയിട്ട് പറ, ഓപ്പ എന്തായാലും താഴത്ത് പോയിട്ട് ഇങ്ങനെയെല്ലാം പറ, അച്ഛ അങ്ങനെ ഞാനിട്ട് മെല്ലനെ അങ്ങോട്ടേക്ക് വരാം. ഓക്കെ മക്കളെ, ഇന്ദ്രു എന്ത്? ഹായ് ഇന്ദ്രു. എന്താ അത് അവര് കേൾക്കുന്നുണ്ടാ നോക്ക് ചെല്ലി. അമ്മ വരുന്നുണ്ടോ നോക്ക്. എന്താ തുകു? ഒന്നുമില്ല ഒന്നുമില്ലാന്ന് ഒന്നുമില്ല. എന്തുണ്ടോ ഇന്ദ്രു? ഒന്നുമില്ല മുത്തേ. എന്ത് ഇന്ദ്രനെ കൂട്ടി പോയപ്പോ എന്താ ഇന്ദ്രു? ഒന്നുമില്ല. അമ്മോ നിങ്ങൾ അച്ഛനും മോളും മാത്രം അല്ല അച്ഛനും മോനും മാത്രം എന്താണ്? ഒന്നുമില്ല. ഞാനും എന്റെ മോളും അറിയാത്ത എന്ത് രഹസ്യാണ്? അത് പറ. എന്താ ഇന്ദ്രു? അമ്മേനോട് പറയുന്നത് ചിരി കാണുമ്പോ എനിക്കറിയാം. ഒരു രഹസ്യമില്ല. ഞാൻ കിടന്ന എന്റെ മോന്റെ ചിരി കാണുമ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ തട്ടിപ്പുണ്ട്. ഒന്നുമില്ല. ഞാൻ ഇന്ദ്രുവിനെ ഇങ്ങോട്ട് വിളിച്ചത് ഇവരെല്ലാരും സിനിമ കണ്ടോണ്ടിരിക്കണോണ്ട് വ്ളോഗ് എടുക്കണോണ്ട് ഞാൻ ഇങ്ങോട്ട് വിളിച്ചതാണ് അവിടെ ഒച്ചയില്ലാതിരിക്കാൻ.
നിങ്ങൾ സിനിമയും കണ്ടിരിക്കുന്നതല്ലേ, അപ്പൊ അതുകൊണ്ട് ഞാൻ വ്ലോഗ് എടുക്കണോണ്ട് പോണെന്ന് പറയാൻ വിളിച്ചേ. ഞാൻ വരുന്നുണ്ടപ്പോ അച്ഛൻ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു. ഞാൻ വരുന്നുണ്ടപ്പോ ഇന്ദ്രൂട്ടൻ പറഞ്ഞു ചേച്ചി ചേച്ചി അപ്പൊ അച്ഛൻ പെട്ടെന്ന് ക്യാമറ ഇങ്ങോട്ടാക്കി. പിന്നെ അങ്ങനെയൊന്നും ആക്കിയിട്ടില്ല. അച്ഛ ഞാനുണ്ടല്ലോ എന്തായിക്കോട്ടെ, നമുക്ക് അതൊന്നും നമുക്കറിയില്ല എന്താ ഇവര് ക്യാമറ എടുത്ത് തന്നെ നമുക്കറിയില്ല. എന്റെ പൊന്ന മക്കളെ ഇവിടെ എന്ത് ഇതെന്താ നാളെ എന്റെ മോന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞാനിപ്പോ എന്റെ മോന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നു. എന്തെങ്കിലും ഡ്രസ്സ് ഒരെണ്ണം വാങ്ങണം. അപ്പൊ അത് വാങ്ങാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് അളവ് എന്തെങ്കിലും നോക്കാനോ അല്ലെങ്കിൽ എന്ത് ഡ്രസ്സാ വേണ്ടതെന്നൊക്കെ ചോദിക്കാൻ വേണ്ടി അവിടെ ടിവിയുടെ ശബ്ദം കാരണം ഇങ്ങോട്ട് വിളിച്ചു. അപ്പൊ ദുഗ്ഗുനെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞു. ഇങ്ങനെ വെറുതെ ഇവിടെ ആക്കിയപ്പോ ചേച്ചി വരുന്നതാ നോക്കാൻ പറഞ്ഞു. അതിനാ ദുഗ്ഗി പറയുന്നത്. ഇന്ദ്രു അപ്പൊ എന്ത് ഡ്രസ്സാ വേണ്ടേ? നിന്റെ അളവിന് എന്തെങ്കിലും എടുത്തിനാ? അളവ് കണക്ക് ഇവനെ കൊണ്ടുപോകണ്ട്. ഏകദേശം കറക്റ്റ് ആയിരിക്കും. അപ്പൊ എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. ഓക്കെ, ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം കേട്ടാ. ബാ. ഓക്കെ, പോയിട്ട് വരാം കേട്ടാ. ആയിരിക്കും ഓൾ ദ ബെസ്റ്റ്. ബർത്ത്ഡേ തന്റെ അല്ലേ? വാ. ഓക്കെ, ബാ. എന്നാ പിന്നെ കേറ്. പോയിട്ട് വരാം മുത്തശ്ശ. ഖുഷി ഒന്നുമില്ലടാ പൊന്നെ. ഒരു മാസത്തേക്ക് എന്ത് പിന്നെ? ഓക്കെ ഇന്ദ്രു ടാറ്റാ. അതില് ദുഗ്ഗു വന്ന് വീണ്. ഞാൻ ഇന്ദ്രുവിനെ വിളിച്ച് വെറുതെ ഇങ്ങനെ പറഞ്ഞതാണ്. ഞാൻ ആക്ഷൻ കാണിച്ചിട്ട് ഇന്ദ്രുവിനെ പറ്റിക്കാൻ വിചാരിച്ച് പറഞ്ഞതാ. ഇപ്പൊ ദുഗ്ഗുവാണ് പറ്റിയിരിക്കുന്നത്. സംഭവം ഇപ്പൊ ദുഗ്ഗുവിന്റെ വിചാരം ദുഗ്ഗുവിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഒന്നും വാങ്ങിയില്ല. അപ്പൊ ഇന്ദ്രുവിന് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു വിഷമാണ് ദുഗ്ഗുവിന്. അന്നേരത്തെ പറയുന്നുണ്ട് എന്റെ ബർത്ത്ഡേക്ക് വാങ്ങിയില്ല, ഇവര് വാങ്ങണ്ടെന്നെല്ലാം അങ്ങനെയല്ല വിചാരിച്ചിരുന്നത്. പക്ഷെ ആ കാര്യത്തില് ദുഗ്ഗു ഭയങ്കര ഒരു സെൽഫിഷ് ആവുന്നുണ്ട് കേട്ടാ. ഞങ്ങള് ദുഗ്ഗുവിന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാണ്ട് അവനെന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താ ഭയങ്കര. പക്ഷെ അവരങ്ങനെ ആയിരുന്നില്ല അല്ലേ? പക്ഷെ ഇപ്പൊ വലുതായി വരുന്നോറും അതൊരു മനസ്സില് രണ്ടാക്കും വാങ്ങിച്ചു കൊടുത്തില്ല. ഞാൻ അന്ന് പറഞ്ഞേ അതിന് ദുഗ്ഗുനല്ലേ ഇപ്പൊ മിഞ്ഞാന്ന് ബാഗ് വാങ്ങി തന്നേന്ന് പറഞ്ഞേ. അപ്പൊ പറയുന്നേ അന്നേരം അവന് ഷൂവും വാങ്ങി കൊടുത്തിനല്ലോന്ന്. അവന് വാങ്ങി കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്കും വേണം. അത് ഇപ്പോഴത്തെ കുട്ടികൾ ചിലപ്പോ എല്ലാവരും അങ്ങനെ ആയിരിക്കും. പക്ഷെ നമ്മളൊന്നും അങ്ങനെ ആയിരുന്നില്ല കേട്ടാ. നമുക്ക് രണ്ടാക്കുന്നുള്ള രീതിയിലാണ്. വിഭിനേച്ചിക്ക് വാങ്ങിച്ച എനിക്കും വാങ്ങിച്ച വിഭിനേച്ചിക്കും അങ്ങനെയായിരുന്നു. അപ്പൊ എന്തായാലും നമ്മളത് പോയി ഗിഫ്റ്റ്. അപ്പൊ നമ്മളിപ്പോ പോകുന്നത് പറഞ്ഞ നമ്മൾ ഇന്ദ്രുവിനോട് പറഞ്ഞ സർപ്രൈസ് ഗിഫ്റ്റ് അല്ല, ഇന്ദ്രു നമ്മളോട് പറഞ്ഞ ആദ്യം ചോദിച്ച ഗിഫ്റ്റ്. ഇന്ദ്രു ആദ്യം ചോദിച്ച ഗിഫ്റ്റ് നമ്മൾ ഇന്ദ്രുവോട് വാങ്ങിക്കൊടുക്കൂല. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിരുന്നേ ഒപ്പനോട്. ഷോപ്പൊക്കെ ഒരേ വാശി. എനിക്ക് വാങ്ങിക്കൊടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അത് ബർത്ത്ഡേ ആയതുകൊണ്ട് മാത്രമല്ല, ഞാൻ മുമ്പേ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഇരുന്നിരുന്നതാണ്. പിന്നെ അതങ്ങനെ നീണ്ടു പോയി. പിന്നെ ഇപ്പൊ വാങ്ങിക്കൊടുക്കാൻ അവസരം വന്നു. അത് പറയാം എന്തായാലും, അത് നാളെ പറയാം. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് വാങ്ങിയത്. ആ ഗിഫ്റ്റ് നാളെ കാണിക്കുമ്പോ നിങ്ങളോട് കൂടി പറയാം അത് എന്തൊക്കെയാണ്. ഞങ്ങൾ ആ ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടി പോകുമ്പോ അത് മനസ്സിലായവര് ഒന്ന് കമന്റ് ഇട്ടോ. അതെ, ഗിഫ്റ്റ് എന്താണെന്നുള്ളത് ഇപ്പൊ തന്നെ ഗസ് ചെയ്ത് നോക്ക്. എന്തായിരിക്കും ഇന്ദ്രുവിന് നമ്മളോട് ഗിഫ്റ്റ് എന്ന് കമന്റ്സിൽ കാണിക്കണം. പിന്നെ അതല്ല, ഇപ്പൊ അതൊരു ആവശ്യം കൂടി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് അത് വാങ്ങിയത്. അത് ഇപ്പൊ ചിലപ്പോ ഒരു ആവശ്യം കൂടി ആയിരിക്കും. ചിലപ്പോ നമുക്കൊരു ഗുണത്തിലെത്തും. അതാണ്. അപ്പൊ എന്തായാലും നമുക്കിപ്പോ ദുഗ്ഗുന് അതിനോടൊപ്പം ഒരു ഗിഫ്റ്റ് വാങ്ങുന്നതൊക്കെ ആയിട്ട് ദുഗ്ഗുന് ഞാൻ എന്തായാലും വിചാരിച്ച് കൊറേ കാര്യങ്ങൾ എന്നോട് മുന്നേ പറയലുണ്ട്. അമ്മ എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ച എന്തായാലും പോട്ടെ, ഞാൻ എന്റെ പൈസക്ക് കുറച്ച് സാധനങ്ങൾ ദുഗ്ഗുന് വാങ്ങിച്ചു കൊടുക്കാന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അത് ഞാൻ എന്റെ മോക്ക് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെയല്ല ബർത്ത്ഡേക്ക് എന്തുകൊണ്ട് നമ്മള് ദുഗ്ഗുനൊന്നും വാങ്ങിയിട്ടില്ല എന്ന് എനിക്ക് ഇപ്പോഴും. ഡ്രസ് എടുത്തു, കേക്ക് മുറിച്ചു, ബിരിയാണി വെച്ചു. എല്ലാ ബർത്ത്ഡേക്കും നമ്മള് ഗിഫ്റ്റ് എല്ലാം വാങ്ങലുണ്ട്. തയ്യൽ മെഷീനൊക്കെ നിങ്ങൾ കണ്ടതല്ലേ? കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഒരു ചെറിയ കുഞ്ഞു തയ്യൽ മെഷീൻ വാങ്ങിയിരുന്നില്ലേ? എന്നോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു അതിന്റെ ലിങ്ക് ഗുണമാണ്. അത് അത്ര വലിയ ഗുണമായിട്ട് തോന്നിയില്ല. പിന്നെ ദുഗ്ഗുന് ഗുണമായിട്ട് തോന്നിയില്ല, വലിയ ആൾക്കാർക്ക് പറ്റുമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ബർത്ത്ഡേക്കും കൊടുക്കലുണ്ട്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് മാത്രം നമ്മളത് കൊടുത്തില്ല. അപ്പൊ ഈ തവണ ആ വിഷമങ്ങൾ പരിഹരിക്കാം. ഇനി ഞങ്ങൾ എല്ലാ ബർത്ത്ഡേക്കും എന്തെങ്കിലും ചെറുത് വലുത് ഗിഫ്റ്റ് കൊടുക്കാന്ന് വിചാരിച്ചു. ഒരുപാട് വലുതൊന്നും വേണ്ട, പക്ഷെ
ഞാൻ കണ്ടെടുത്തോളൂ നമ്മൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവര് നമ്മളോട് ചോദിക്കാൻ പറ്റുന്ന ഒരു കാലം ഉണ്ടല്ലോ, അവര് നമ്മളോട് ചോദിക്കാൻ പറ്റുന്ന ആ ഒരു സമയം വരെ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ സാധിക്കുമെങ്കിൽ മറ്റേ സിനിമയിൽ പറഞ്ഞ ചെറുതാവുമ്പോ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുത്തേക്ക്, വലുതാവുമ്പോ കുട്ടികൾക്ക് ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവൂല. ഞാൻ പറഞ്ഞു അവര് നമ്മളോട് ചോദിക്കുന്ന സമയം വരെ, അതിപ്പോ കുറച്ചു കാലം കൂടി ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവര് നമ്മളോട് ഇങ്ങനെ ചോദിക്കില്ല. ഇങ്ങനെ പറയല്ലേ, പിന്നെ ആൾക്കാർ ചീത്ത പറയും, ഒരു ഗ്യാപ്പ് താ, നീ ഒക്കെ കയറുന്നുണ്ട് ശരിക്കും, നീ കയറുന്ന ആള് നിർത്തിയിട്ട് പറയടുത്തത്, അല്ലെങ്കിൽ ആൾക്കാർ പറയാൻ പറ്റും നിൽക്കുന്നു. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മളോടൊക്കെ അവർ ചോദിക്കുന്നതിന് ഒരു സമയം ഉണ്ടല്ലോ, ആ ഒരു സമയം വരെ ഇപ്പൊ അവരുടെ പഠിപ്പൊക്കെ കഴിഞ്ഞാൽ അവരവരുടേതായ രീതിയിൽ എത്തിയപ്പോ നമ്മളോട് ചിലപ്പോൾ ചോദിച്ചു തരില്ല. അപ്പൊ മക്കൾ എത്ര ചെറുതാണെങ്കിലും വലുതായാലും അച്ഛനമ്മമാർക്ക് അവര് കുട്ടികൾ തന്നെയല്ലേ, നമുക്ക് വാങ്ങിക്കൊടുക്കാം അല്ലേ? അതെ. എന്റെ അമ്മ എനിക്ക് ഈ ബർത്ത്ഡേ ഒക്കെ അല്ലേ വാങ്ങിച്ചു തരാണ്ടുള്ളൂ. കഴിഞ്ഞ ബർത്ത്ഡേക്ക് വരെ എനിക്ക് ഗിഫ്റ്റ് വാങ്ങി തന്നിരുന്നു. പിന്നെ അതല്ല, എന്നിട്ട് ദുഗ്ഗു എന്നോട് ഒരു ദിവസം ഞങ്ങളോട് ഇങ്ങനെ പറയുന്നത്, ഞാൻ എന്റെ ബർത്ത്ഡേക്ക് രാവിലെ സ്കൂളിൽ പോയപ്പോ എന്റെ ഫ്രണ്ട്സിനോടെല്ലാം പറഞ്ഞ് അച്ഛി അമ്മ എന്തെങ്കിലും സർപ്രൈസ് എനിക്ക് വെക്കും, സ്കൂളിൽ നിന്ന് എനിക്ക് വീട്ടിലെത്താൻ കൊതിയായിരുന്നു, പക്ഷെ ഞാൻ വന്ന് നോക്കുമ്പോ സർപ്രൈസ് ഒന്നുമില്ല, എനിക്ക് വിഷമായി. പക്ഷെ ആള് ആ വിഷമം കാണിച്ചിട്ടുമില്ല പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ ഇപ്പഴാ പറയുന്നേ, അത് എന്റെ ഒരു സ്വഭാവമായിട്ട് എനിക്ക് തോന്നിയത് കേട്ടാ. എനിക്ക് അങ്ങനെയാണ്, ഞാൻ ഒന്നും പറയില്ല. ഞാൻ മനസ്സിൽ എന്റെ ബർത്ത്ഡേ ആയാലും ഞാൻ എങ്ങനെ മനസ്സിൽ ആഗ്രഹിക്കും. എല്ലാ ഞാനിപ്പഴ മുമ്പത്തെ കാര്യമല്ല പറഞ്ഞത്, മുമ്പ് അങ്ങനെ ഒന്നും ആഗ്രഹിച്ചു. ഇപ്പം എന്റെ ബർത്ത്ഡേ കോപ്പ് എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരും, തന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പണ്ട് എന്നാന്ന് ഗൾഫിലുണ്ടായിരുന്ന സമയത്ത് കല്യാണം ഉറപ്പിച്ച സമയത്തല്ല എന്റെ ബർത്ത്ഡേ വരെ മറന്നു പോയിട്ടുണ്ട് ഈ മനുഷ്യൻ. അതറിയാനായിട്ട് നീ കല്യാണം ഉറപ്പിച്ചെന്ന് പറയണ്ട, എനിക്ക് ഇപ്പോഴും നിന്റെ ബർത്ത്ഡേ പെട്ടെന്ന് എപ്പോഴാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മ കിട്ടൂല. മക്കളുടെ ബർത്ത്ഡേ എപ്പോഴാന്ന് പിന്നെ അത് ഇങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തെടുക്കണം. എന്റെ ബർത്ത്ഡേ വരെ മറന്നു പോയിട്ട് ഞാന് വിഷസ് പറയും വിചാരിച്ചു. എന്റെ എല്ലാവരും എന്നോട് വിഷസ് പറഞ്ഞു 18ാമത്തെ ബർത്ത്ഡേക്ക് വിഷസ് പറഞ്ഞ് എനിക്ക് എന്റെ ഏട്ടന്മാര് ഗിഫ്റ്റ് തന്ന്, എന്റെ കസിൻസ് എല്ലാം എനിക്ക് ഗിഫ്റ്റ് തന്ന്, അമ്മ ഗിഫ്റ്റ് തന്ന്, അച്ഛൻ തന്ന്, എല്ലാവരും തന്നിട്ടും ഈ മനുഷ്യന്റെ ഒരു വിളിയും ഇല്ല, പറച്ചിലും ഇല്ല, എനിക്കില്ല. സങ്കടം വന്നു. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഞാൻ ലാസ്റ്റ് എനിക്കെന്താ ഒരു വിഷമം പോലെ, എന്താ മിണ്ടാത്തേന്നല്ല, ഞാൻ ഫോൺ വിളിക്കുമ്പോ ഇങ്ങനെ ഒരു അധികം വലിയ മൈൻഡിലാണ് സംസാരിച്ചപ്പോ, എന്തുപറ്റി മോളേന്നല്ല എന്തുപറ്റി മോളെ, എന്റെ മോക്ക് എന്താന്നൊരു വിഷമം പോലെ, എന്തുപറ്റി ഓപ്പന്റെ മുത്തിന് എന്താ പറ്റിയേ, എന്റെ അമ്മ എന്താ പറഞ്ഞാ, അച്ഛൻ എന്താ പറഞ്ഞാ, എന്താ പ്രശ്നം എന്താന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞില്ലാന്നല്ലോ. ഞാൻ പറഞ്ഞ ഇല്ല ഒന്നുമില്ല. അപ്പൊ പിന്നെ എന്നാ എനിക്ക് എന്താ വിഷമം ഉണ്ടെങ്കിൽ എന്നാ വെച്ചോ, പിന്നെ വിളിക്കാൻ എന്നാല് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ എന്നാ വെച്ചോ, പിന്നെ ഒരു കാര്യം പറയട്ടെ. എന്താന്ന് ഞാൻ പറഞ്ഞു, ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ, അത് ഓർമ്മയുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ തന്നെ ഞാൻ കാട്ടാക്കി ഫോണ്. പിന്നീട് തുരുതുരാ വിളിക്കുന്നു. ഞാൻ ഫോൺ എടുത്തിട്ടില്ല, കുറെ നേരത്തേക്ക് ഞാൻ ഫോൺ എടുത്തിട്ടില്ല. പിന്നെ അവസാനം എന്നെ കരഞ്ഞ് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ടാണ് പിന്നെ ഒരിക്കലും മറക്കൂലെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ മറക്കലില്ല, എന്നാലും ഞാനിപ്പോ എനിക്കറിയാം ഇനി ആ മനുഷ്യനെ കൊണ്ട് സർപ്രൈസ് ഒന്നും ഓർമ്മിപ്പിച്ചിരുന്ന കാര്യം ഞാൻ മുന്നേ പറയും. അപ്പൊ ഇന്ന ദിവസം എന്റെ ബർത്ത്ഡേ ആണ്, എന്തൊക്കെ തരാനുണ്ടെങ്കിൽ തന്നോട്ടാ, സർപ്രൈസ് ആയിട്ട് തരാനുണ്ടെങ്കിൽ അതെ, അത് സർപ്രൈസ് ആയിട്ട്. ഇപ്രാവശ്യം ഞാൻ ബർത്ത്ഡേ കുറെ കാര്യങ്ങൾ ഒപ്പനോട് വാങ്ങിത്തരാൻ പറഞ്ഞിട്ടുണ്ട്, വാങ്ങിത്തരുമെന്ന് അറിയില്ല, ആകാനായിട്ടാ. ഇപ്പൊ തന്നെ 7 മിനിറ്റ് ആയി കേട്ടാ. ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഞങ്ങളിവിടെ കൊറിയർ ഓഫീസിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. എന്തായാലും ഒപ്പം ഒന്ന് കേറി അത് എങ്ങനെയാണെന്നല്ല നോക്കട്ടെ. എന്നാ കുറച്ച് ഇങ്ങോട്ട് അടുപ്പിച്ച് വെച്ചൂടാ, കേറി നോക്കട്ടെ കേട്ടാ. ഞാൻ ഇറങ്ങണ എന്നാ ക്യാമറ എന്നാ ഇവിടെ അല്ല കേട്ടാ, അപ്പുറം തൊട്ടപ്പുറത്തെ ബിൽഡിംഗ് ആവൂല. എന്നാ വണ്ടി എടുക്ക്, ഞാൻ കയറണ കേറാ അല്ലേ. ചെറിയൊരു കയ്യബദ്ധം മാറ്റിക്കരുത്. പാർസൽ സർവീസ് ഇതാ ABT ഇവിടെ തന്നെയാണ്. അതെ, ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾക്ക് വണ്ടിയുടെ സ്ഥലം കിട്ടാറില്ല.
ഇതിന്റെ ഇവരെ ഇത് കണ്ട ഹനുമാൻ പാർസലായിട്ട് മലയും കൊണ്ട് പോകുന്ന പോലെ. ക്യാമറ നീ ഇറങ്ങിയാ മതി. എന്തായാലും ഇൻട്രോയിന്റെ ഗിഫ്റ്റ് ഞങ്ങൾ വണ്ടിയിൽ കയറ്റി വെച്ച് കേട്ടാ. ഗിഫ്റ്റ് കാണിക്കാൻ വേണ്ടി പറ്റൂല, കാണിച്ചാൽ ഉറപ്പായും എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ട് വണ്ടിയിൽ കയറ്റി വെച്ച് കേട്ടാ. ഇനി എന്തായാലും ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് കാണാം ഗിഫ്റ്റ് എന്താണെന്ന്. അല്ലേ ഓപ്പേ? പെട്ടിയിലല്ല, പെട്ടിയിലാണെങ്കിൽ ഞാൻ വിചാരിച്ച് കാണിക്കാന്ന്. പക്ഷെ ഇപ്പൊ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു. സർപ്രൈസ് പോയി. അതുകൊണ്ട് നമുക്ക് എന്തായാലും നാളെ കാണാം. ഓറഞ്ച് തിന്നിട്ടേ ലോകത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വരുന്നുണ്ടെങ്കിലേ അത് എന്റെ ഓപ്പക്കായിരിക്കും കേട്ടാ. ഓറഞ്ച് തിന്നിട്ട് എന്തെങ്കിലും അസുഖം വരാതെ ഉണ്ടെങ്കിൽ ഗുണം ഉണ്ടെങ്കിൽ അതും എനിക്ക് അതെ. ഓറഞ്ച് എന്ന് പറഞ്ഞാ വീക്ക്നെസ് ആണ്. ഫ്രൂട്ട്സിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഓറഞ്ച്. എന്നെയും ഓറഞ്ച് നിർത്തിയിട്ട് ഏതെടുക്കണം എന്ന് ചോദിച്ചാൽ അപ്പൊ ആദ്യം ഓറഞ്ച് അല്ല പിന്നെ നിന്നെടുക്കും. എന്തിനാറിയോ? ഓറഞ്ച് ഇതുപോലെ തൊണ്ടൂല് ഞാൻ ഓറഞ്ച് എവിടെ കണ്ടാലും ഇല്ലേ വാങ്ങിക്കും. അത് മറ്റേ ഓറഞ്ച് അല്ല കേട്ടോ, നമ്മുടെ സാധാ നാടൻ ഓറഞ്ച് ഇല്ലേ, നാരങ്ങ. നമ്മുടെ പണ്ടത്തെ നാരങ്ങ എന്നിട്ട് എന്താ അസുഖം വന്നാലും അതെന്റെ ഒപ്പക്കേ ഉള്ളൂ. അസുഖം വരാതിരുന്നാലും അതും എന്റെ ഒപ്പക്കേ ഉള്ളൂ. ഞങ്ങളിത് അങ്ങനെ ഇനി നമ്മൾ പറഞ്ഞില്ലേ ദുഗ്ഗുവിന് എന്തെങ്കിലും ഒരു സംഭവം കൂടി വാങ്ങണമെന്ന്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ പാർക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് വണ്ടി കുറച്ച് ബാക്കിലായിട്ടിട്ടുള്ളത്. ഇനി നമുക്ക് അവിടെ കടയിൽ പോകണം. അങ്ങ് എത്തണം. അതിൻ്റെ മുകളിൽ എത്തണം നമുക്കല്ലേ. അത്യാവശ്യം നടക്കാനുണ്ട് കേട്ടോ. വേറെ എപ്പോഴത്തേയും പാർക്കിംഗ് കിട്ടൂല. അവിടെ പോയി നമുക്ക് ദുഗ്ഗുവിന് പറ്റിയ എന്തെങ്കിലും കൂടി നോക്കാം. ദുഗ്ഗുവിന് പറ്റിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കട്ടെ അല്ലേ. കുറച്ച് ക്യൂട്ട് ഐറ്റംസ്, ചെറിയ ഐറ്റംസ് പുള്ളിക്കാരത്തേക്ക് ഇഷ്ടം. ഡയറി എന്തെങ്കിലും സെറ്റായിട്ടില്ലെന്ന് തോന്നുന്നു. വേല 2026 ഒരു ഡയറിയൊക്കെ നമുക്ക് വാങ്ങാം. ഇത് വേറെ ഏതോ സംഭവം അല്ലേ. വേണ്ട, നമുക്ക് ക്യാമലിൻ്റെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. മാളൂസിനോട് എടുത്തിട്ട് നല്ലതായിരുന്നു അല്ലേ. ഞങ്ങളങ്ങനെ ദുഗ്ഗുവിന് ഫാൻസിന്ന് സാധനം മേടിക്കാൻ ഇറങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുവരെ ഒന്നും കിട്ടിയില്ല അല്ലേ. എനിക്ക് അങ്ങോട്ട് പോകണ്ടേ ഫാൻസി നോക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇവിടുത്തെ ഷോപ്പിൽ കയറിയിട്ടേ നമ്മുടെ ഇന്ദ്രുവിന് നാളെ ബർത്ത്ഡേ അല്ലേ. ഇന്ദ്രുവിന് ഒരു സാധനം നമ്മൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുണ്ട് അല്ലേ. അതെന്തായാലും നാളെ വ്ളോഗിൽ കാണിക്കാം. പിന്നെ അത് കൂടാണ്ട് ഏതെങ്കിലും ഒരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഈ ഒരു ഷർട്ടും ഇപ്പോഴത്തെ ഇങ്ങനത്തെ ഷർട്ട് ട്രെൻഡാന്ന് തോന്നുന്നു. ഇങ്ങനത്തെ ഒരു ഷർട്ടും ഒരു ജീനും നോക്കാന്ന് വെച്ചാൽ ഇത് കറക്റ്റ് ആയിരിക്കും. ഇത് കറക്റ്റ് ആയിരിക്കും. നമ്മളങ്ങനെ ദുഗ്ഗുവിനെ നോക്കി എവിടെ ഇങ്ങനെ ഒരു കടയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ബോക്സുകളുണ്ടല്ലോ. ഇതിന്റെ പിങ്ക് കളർ ഉണ്ടോ? ഇത് വേഗം ഇതാവും, അഴുക്കാവും. പെട്ടെന്ന് അഴുക്കാവും. ഓറഞ്ച് ഗ്രീൻ ഉണ്ടല്ലേ. സിൽവർ. ഇങ്ങനത്തെ പെട്ടി ദുഗ്ഗുവിന് ഭയങ്കര ഇഷ്ടം. ഗിഫ്റ്റെല്ലാം ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ്. പക്ഷെ ബോക്സുകളില്ല അല്ലേ, അറിയില്ല അല്ലേ. അറിയില്ല, ഇത് മാത്രമേ ഒരറിയുള്ളൂ അല്ലേ. സൂക്കേഴ്സ് അല്ലേ, സൂക്കേഴ്സ് അല്ലേ നല്ലത്. ഇവിടെ കുറച്ച് കാണുന്നുണ്ട്, നോക്കട്ടെ. അല്ല വലിപ്പം കണക്ക് തന്നെ. ഇതിനുള്ളിൽ വേറെ ഇങ്ങനെ സാധനം വെക്കാൻ അറ വേണം. മേക്കപ്പ് പെട്ടി പോലത്തെ അല്ലേ. ഇതാണ് സാധനം. നോക്കട്ടെ. പിടി. വലിയ വെട്ടി നിറഞ്ഞ പണിയാവല്ലേ. ഓറഞ്ച് ഉണ്ട്, പിന്നെ അതിന്റെ കളറ് പിങ്ക് ഉണ്ട്. അല്ല പിങ്ക് അല്ല, സോറി, ഇത് ഗ്രീൻ അല്ലേ. കാണിച്ച രണ്ടുപേരും വെച്ച് ഇതിലേതാ കൂടുതൽ നല്ലതായിട്ട് തോന്നി? അതെന്താ ഗുഡ് ലക്ക്. ഇതിൽ എഴുത്തൊന്നുമില്ല. ഏതാ കൂടുതൽ ഇഷ്ടപ്പെട്ടെ? അതിനെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അതിനെടുക്കാം അല്ലേ. അപ്പോൾ പെട്ടി എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. അവിടെ പക്ഷേ ഗിഫ്റ്റുകളൊന്നും ഒരുപാടില്ല. അപ്പം നമ്മൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ചെറിയ ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് ഈ പെട്ടി നടക്കാൻ പറ്റില്ലെങ്കിൽ ഒപ്പിക്കാം. അപ്പം എന്തെല്ലാം നോക്കട്ടെ.
പോക്കറ്റ് ഇതൊരു ഡയറി ചെറുതെടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഇതെല്ലാം ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ വേറെ ഡയറി പക്ഷെ അത് ഇവിടെ ഇല്ല. ഇല്ല. അങ്ങനെ എന്തെങ്കിലും നോക്കട്ടെ. നോക്കട്ടെ. കിട്ടി മോനെ, കിട്ടി. ഇന്ദ്രുവിന് പറ്റിയ മുഖംമൂടി. ഇന്ദ്രു പറഞ്ഞ സ്പൈഡർമാൻ നമ്മള് വാങ്ങിക്കൊടുക്കാൻ പോകുന്നുണ്ടല്ലോ. അതെ, ഈ ബാറ്റ്മാനെ നമുക്കൊരു പെട്ടിയിലാക്കിയിട്ട് ഇന്ദ്രുവിന് സർപ്രൈസ് ആയിട്ട് കൊടുക്കാം. ഇത് കിട്ടിക്കഴിയുമ്പോൾ ഇന്ദ്രുവിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്ക് വീഡിയോയിൽ തന്നെ കാണാം, നാളത്തെ വ്ളോഗിൽ. ഇതിട്ടിട്ട് ഒരു പെട്ടിയാക്കട്ടെ. എന്താണെങ്കിൽ 3D കവായി സ്റ്റിക്കർ. ഇത് ഞാൻ പെണ്ണുമ്പളൊക്കെ അവിടെ ചെല്ലുമ്പോൾ പറയും ഇത് വേണ്ടാന്ന് പറഞ്ഞു. ചിലപ്പോൾ ഞാൻ കുഴപ്പമില്ല, വാങ്ങി വെച്ചോ. കിട്ടി കിട്ടി മോനെ, അതിൽ സൂപ്പർ സാധനം കിട്ടി. കുറച്ച് വില കൂടിയ സാധനം കിട്ടിയിട്ടുണ്ടോ? ഇതല്ലല്ല, ഇതല്ല ഇത് കിട്ടി കഴിയുമ്പോൾ ഇന്ദ്രന്റെ ഭയങ്കര പ്രതീക്ഷയിൽ ഇരിക്കുന്ന ആള് കൊടുക്കാൻ പോണത് വാങ്ങിട്ടുണ്ട് ഞാൻ പറയൂ. ഇതിങ്ങനെ ഒരു വെച്ചിട്ട് മജറ അതായത് ജസ്റ്റ് ഒരു ഇതിൽ പൊതിയണോടാ, അത് മറ്റേ ഗിഫ്റ്റ് പോലത്തെ സംഭവത്തിലാക്കാം. സെറ്റ് ഇതാ ഒരു ഉണ്ട്. ഇത് എഴുതിയൊന്നും വായിക്കാൻ പറ്റില്ല. ചാങ് ചുങ് ചി എല്ലാം എഴുതിയേക്കണത്. എവിടെയാന്നൊന്നും നമുക്കൊരു പിടുത്തം കിട്ടില്ല. ഫുള്ള് ചാങ് ചുങ് ചി. അന്ന് വന്ന മോളെ കണ്ടിട്ടില്ലേ? അവക്ക് പറ്റിയ ചെരുപ്പ്. ഇതെന്തിനൊക്കെ ബ്രഷ് വാങ്ങുന്നീ? അല്ല, എന്നോട് എപ്പോഴും പല്ലിയേക്കുമ്പോ പറയാം, അമ്മ എന്റെ ബ്രഷ് എനിക്കൊരു ബ്രഷ് പുതിയത് വാങ്ങിച്ചു തരണം. ഗിഫ്റ്റ് ബോക്സിൽ ബ്രഷ് കൊള്ളാം. പിന്നെ ഇതാ ഒരു ചെരുപ്പ്, ചെറിയ ചെരുപ്പ്, നല്ല പൊക്കൊണ്ട്. പക്ഷേ ഓക്കെ, കാണാൻ പക്ഷെ രസമുണ്ടല്ലേ? അത് ഇരിക്കട്ടെ. രണ്ട് ക്യൂട്ട് ഡോളുകൾ ഒരുമിച്ച് വരുന്ന ഇവര് നമുക്ക് പിരിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഇത് കുറേ ഉണ്ടല്ലോ. കിച്ചൻസാ എല്ലാത്തിന്റെ മുഖം ഒരുപോലെയാണ്. ഷൈലിന്റെ അസ്ഥിതാണ്. മതി. ഇതിനെത്രയാ? ഇനി ഇതെല്ലാം ഈ പെട്ടിയിൽ ഒന്ന് അടക്കി സെറ്റാക്കി വെക്കാം അല്ലേ? ഇത് അങ്ങനെ വെക്കാൻ പറ്റും? എന്തെങ്കിലുമൊക്കെ ആയിട്ട് നോക്കണ്ടേ? ചെരുപ്പെല്ലാം കൊള്ളു ഇതില്? ഇതയച്ചിരുന്നാലും പൂടടവിൽ നേരത്തെ നോക്കടി, അങ്ങനെ ബാഗിൽ നല്ലത് മടങ്ങും. ചെരുപ്പ് തന്നെ പെട്ടി ഫുള്ളായി. ഇനി അടവിലടിയത് അടവിൽ തോന്നാം. സിബ് പോട്ടെ, കുറച്ച് വെച്ചാൽ മതി. അങ്ങനെ വെച്ചാൽ മതി. അങ്ങനെ വെച്ചാൽ മതി. അതുപോലത്തെ സിബ് പോട്ടും നേരത്തെ വെക്കണ്ടെങ്കിലും കീച്ചൽ മണിക്ക് എപ്പോഴത്തേക്ക് കിട്ടും. ഇതെല്ലാം ഒന്നിനകത്തേക്ക് സെറ്റാക്കട്ടെ ഗൈസ്. നമുക്ക് പെട്ടിങ് നമുക്ക് നാളെ പൊട്ടിക്കുമ്പോൾ കാണാം അല്ലേ? പെട്ടി നിറഞ്ഞു, മേടിച്ചോണ്ട് പെട്ടി നിറഞ്ഞു. ഇത് നല്ല ഡോളാണ് കേട്ടോ. ഇത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഹെയർ ഒക്കെ. ഇനി തട്ടാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് അടയൂല. അടയൂലടി, നല്ല ഇതാണത്. ദുഗുവിന് സത്യം പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ബർത്ത്ഡേക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല. ബർത്ത്ഡേ സത്യം പറഞ്ഞാൽ ഇന്ദ്രുവിന്റെയാണ്, പക്ഷെ ഇപ്പൊ ഗിഫ്റ്റ് പൊളിച്ചത് ദുഗുവിന്റെയാണ് അല്ലേ? ആ പരാതി അങ്ങ് മാറട്ടെ. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ, ചിലപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ മൊത്തം ഞങ്ങൾ കേൾക്കേണ്ടി വരും ഈ ഒരു പരാതി. നമുക്കിപ്പോൾ ചിലപ്പോൾ അത് തീർക്കാൻ പറ്റും, പക്ഷെ അവരുടെ മനസ്സിൽ ആ ഒരു വിഷമമായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത് പിന്നെ എന്നും പറയും, ഇന്ദ്രുവിന്റെ ബർത്ത്ഡേക്ക് അച്ഛാ വലിയ ഗിഫ്റ്റ് കൊടുത്ത് എൻ്റെ ബർത്ത്ഡേക്ക് ഒന്നും തന്നില്ല, എൻ്റെ ബർത്ത്ഡേക്ക് ഒന്നും തന്നില്ല എന്നുള്ള ആ ഒരു പരാതിയോളം വലുതല്ല സത്യം പറഞ്ഞാൽ ഇപ്പം ഈ വാങ്ങുന്ന ഒരു പെട്ടിയും അല്ലെങ്കിൽ ഇനിയിപ്പോൾ 1000 രൂപ ചിലവായാല് അല്ലേ? പക്ഷെ നമുക്ക് ആ പരാതി തീർക്കാൻ പറ്റും. ഞങ്ങളുടെ പോട്ടെ, കാര്യമില്ല. അതെ, അപ്പൊ എന്തായാലും ഇതേ നമ്മുടെ ദുഃഖമുണ്ട്, ബോക്സ് സെറ്റായി അല്ലേ? ഹാപ്പി ആയിരിക്കും ആള്. അടച്ചോ? ഞങ്ങൾ വിശ്വസിക്കുന്നത് അറിയില്ല. അതെ, അച്ഛ ഇവിടെ എല്ലാം പരതീന്ദ്രു ആ മുഖം മൂടിക്ക് വേണ്ടിട്ട്. അവസാനം കിട്ടി സാധനം കിട്ടി അവസാനം. അതൊരു അച്ഛ എവിടെയൊക്കെ പോയി, അതിനുവേണ്ടിയല്ലേ ഇത്ര ലേറ്റ് ആയത്. അച്ഛ കണ്ണൂരൊക്കെ നടന്നിട്ടാണ് ആ മുഖം മൂടി കിട്ടിയത്.
അച്ഛനൊരു കാര്യം പറയട്ടെ? ആ നാളെ മുഖംമൂടി തരുവോ? നാളെ സർപ്രൈസ് ആയിട്ട് അച്ഛൻ മുഖംമൂടി തരും. ആ, അപ്പൊ മോൻ അഭിനയിക്കൂലേ? അത് പുറത്ത്. ആരോടും പറയരുത് അഭിനയിച്ച. മുഖംമൂടി കിട്ടിയതിന് ശേഷം പറയാൻ പാടില്ല അഭിനയിച്ചതാണെന്ന്. ആ, ഇത് അച്ഛൻ മോനും മാത്രം അറിയാൻ പാടുള്ളൂ. ഓക്കെ ഓക്കെ. അമ്മനോടൊന്നും പറയരുത് കേട്ടാ. അച്ഛൻ മുഖംമൂടി അമ്മനെ അവിടെ നിർത്തിയിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് അച്ഛൻ മുഖംമൂടി വാങ്ങി ഒക്കെയാണ് വെച്ചേക്കണത് ഇപ്പോൾ, അമ്മ അറിയാണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ സർപ്രൈസ് ആയിട്ട് കാണിക്കണം. അച്ഛൻ വാങ്ങി എന്നെല്ലാം പറഞ്ഞിട്ട് അഭിനയിക്കണം കേട്ടാ. അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അഭിനയിക്കണേ. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ അല്ലേ? എന്നാ വെച്ചോ. അങ്ങനെ ബർത്ത്ഡേക്കുള്ള ഒരു ഗിഫ്റ്റായി. ഈ പെട്ടി നിറയെ സാധനങ്ങളായി അല്ലേ? വാ, നമ്മളിത് ഇവിടെ നിന്നാണ് കേട്ടോ കമ്പനി സാധനങ്ങളൊക്കെ വാങ്ങിയത്. അത്യാവശ്യം നല്ല റേറ്റ് കുറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടും അല്ലേ? വിടാ. ഓക്കെ. ആരതാ ഇപ്പൊ ബർത്ത്ഡേ? എന്തത് ഇപ്പൊ ദുഗുവിന്റെയാ ഇന്ദ്രുവിന്റെയാ അല്ലേ? സാധനം ഇപ്പൊ പെട്ടി വലുത് ഇപ്പൊ ദുഗുവിനായി. എന്നാ പിടി പോവാ. എന്നാ പിന്നെ അപ്പൊ ഇനിയിപ്പോ എന്തായാലും നമ്മള് ഇനിയിപ്പോ വീട്ടിലെത്തിയിട്ട് അതെ പറ്റിയ അവിടത്തേക്ക് കാണിച്ചിട്ട് വ്ലോഗ് അതിന്റെ ഇതന്നെ ഇപ്പൊ നല്ല ലെങ്തായി ഗൈസ്. ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക് പറയണേ. ബോറടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം തൊട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്യാനാണ്. നമ്മുടെ വീഡിയോ കാണുന്നവർ എപ്പോഴും നിങ്ങളുടെ അഭിപ്രായം പോലെയാണ് നമ്മൾ വീഡിയോസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള വീഡിയോസാണ് ഇഷ്ടം, നമ്മൾ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, അതല്ലെങ്കിൽ ബോറാണെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവർ ധൈര്യമായിട്ട് മാറ്റി പിടിക്കണം എന്നൊക്കെ പറയണേ. അപ്പം നമ്മൾ അനുസരിച്ച് ചേഞ്ച് ചെയ്യും. അതൊരുമാതിരി അസൂയ ടീംസ് ആണ്. പക്ഷെ നമ്മളെന്താ മാറ്റം വരുത്തേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞ അതിനനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യും അല്ലേ? പിന്നെ നമ്മുടെ പ്രാങ്ക് വീഡിയോസ് എല്ലാം വരാനുണ്ട്. ഇപ്പൊ കുറച്ച് തിരക്കാണ്. നമ്മൾ കുറച്ച് പ്രാങ്കിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് 2026 തൊട്ട് അതിലൊക്കെ പിടിക്കാം അല്ലേ? വാ വാ വാ. ഓക്കെ. ഹായ് ദുഗുഷി. ഇതാന്ന് പറഞ്ഞ അച്ഛ കണ്ട ഇന്ദ്രുവിന് വാങ്ങാൻ വേണ്ടി പോയ ഡ്രസ്സ് പോരെ? സമാധാനായില്ലേ? ഇനാണ് മോളിൽ പറയുന്നത്. നിങ്ങളെ കാണാണ്ട് ഒന്നും ആക്കിയിട്ടില്ല. അച്ഛൻ മാല മാറ്റാനുണ്ട്, അത് മാറ്റാൻ വേണ്ടി പോയി. ഇന്ദ്രുവിന് ഡ്രസ്സ് കൊടുത്ത് പോരെ? സമാനായില്ലേ അല്ലേ ഇന്ദ്രു? അതിനാണ് ഈ ചേച്ചി ഇങ്ങനെല്ലാം പറയുന്നത്. ഇത് കൊണ്ടുവെക്കുന്ന എന്നാ വന്നേ ദുഗോ. എന്നാ ഇതെല്ലാം പിടിച്ച എത്ര എടുത്ത് കൊണ്ടുവെക്കുന്ന. ഒന്നുമില്ലടി, ഞങ്ങളൊരു മുഖംമൂടിയെല്ലാം അച്ഛ വാങ്ങിയിട്ട് സേഫാക്കി വെച്ചിട്ടുണ്ട്. സെറ്റാണ് കേട്ടാ. നാളെ സർപ്രൈസ് ആയിട്ട് അഭിനയിച്ചോളൂ. അഭിനയിക്കൂലേ? അത് സെറ്റല്ലേ? എങ്ങനെ അഭിനയിക്കും അച്ഛ തരുമ്പോൾ? ഓക്കെ റെഡി. അച്ഛ തരുമ്പോൾ ഇതാ പക്ഷേ അച്ഛ മുഖംമൂടിയാണെന്ന് വെച്ചിട്ട് അഭിനയിക്കണം കേട്ടാ. ഇല്ല അവിടെ അപ്പുറം ഓക്കെ അല്ലേ? ഇപ്പം കാണിക്കൂല. എന്നാൽ പിന്നെ സർപ്രൈസ് പോയില്ല. നാളെ മോൻ പറഞ്ഞ പോലെ തന്നെ സാധനം. ഓക്കെ അല്ലേ? എവിടെയെല്ലാം പോയിട്ടാ കിട്ടിയെന്നറിയോ? എല്ലാം ഉണ്ട്. കണ്ണെല്ലാം മിന്നും. മോൻ ഇങ്ങനെ കണ്ണിങ്ങനെ ആക്കുമ്പോൾ അതിങ്ങനെ മിന്നും. സെറ്റല്ലേ? ഓക്കെ റെഡി. ബാ. ഓക്കെ ഗൈസ്, എല്ലാം സെറ്റ്. അതെല്ലാം കഴിഞ്ഞ് നേരെ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് ഹസീബ് നൗഷാദിക്കാന്റെയും മോളും ഇഷാനയുടെ കല്യാണമാണ്. കല്യാണ പെണ്ണിനെയും കാണാം, അറയും കാണാം. ഇതാണ് നമ്മുടെ സ്വന്തം കല്യാണ പെണ്ണ് അല്ലേ? ഞങ്ങളുടെ തൊട്ടടുത്ത് ഞങ്ങളിവിടെ വരുമ്പോ കുഞ്ഞു മോളായിരുന്നു അല്ലേ? ഇപ്പൊ കല്യാണ പ്രായത്തിൽ. ഇത്ര പെട്ടെന്നാ പിള്ളേരൊക്കെ പ്രായമാവുന്ന, നമ്മളൊക്കെ വയസ്സാവുന്നല്ലേ? അപ്പൊ ഇതാണ് ഇവളെ കാണുമ്പോൾ നമുക്ക് എപ്പോഴും ചെറുതായിട്ട് തോന്നുന്നോണ്ടാ ഇപ്പോഴും അങ്ങനെ തോന്നുന്നത്. അപ്പോൾ ഇതാണ് അറ അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കല്യാണ പെണ്ണിന് കൺഗ്രാറ്റ്സ്, ഹാപ്പി മാരീഡ് ലൈഫ് ഇൻ അഡ്വാൻസ്. നാളത്തെ കല്യാണം കൂടി ചെറുതായിട്ട് കാണാം നമുക്കല്ലേ? അപ്പോൾ നമ്മളിവിടെ ഉണ്ട്, താഴെ ഉണ്ട്. ശരി. നമ്മുടെ എല്ലാ ദിവസവും നിങ്ങൾ പുറത്തുനിന്ന് കാണുന്ന വീടായത്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെ അങ്ങനെ എപ്പോഴും നമ്മൾ വരുത്തില്ലെങ്കിലും ഇവരായിട്ടൊക്കെ നല്ല ബന്ധമാണ് അല്ലേ? ഇവരുടെ വീട്ടിൽ ആര് വന്നാലും നമ്മുടെ വീട്ടിലോട്ട് വരും. ഇപ്പം ശരിക്കും ഇവിടുത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കല്യാണം പോലെ തന്നെ അല്ലേ? പുറമേ നമ്മുടെ റോഡ് കാണിച്ചു കൊടുക്കാമല്ലോ. ഇതാണ് നമ്മുടെ റോഡ്. നമ്മൾ സ്ഥിരം നടക്കുന്നത് നമ്മുടെ കോൺക്രീറ്റ് റോഡായത് കണ്ട. കല്യാണം ആയതുകൊണ്ട് എല്ലാം നല്ല സെറ്റാക്കി. നമ്മുടെ വീടാണ് ഇത് അവിടെ കാണുന്നത് അല്ലേ? ഇതിപ്പോൾ ഒരു കല്യാണമായിട്ട് നല്ല സൂപ്പറാക്കിയതെല്ലാം. വീടൊക്കെ പെയിൻറ് ചെയ്ത് നല്ല അടിപൊളിയാക്കിയതാണ്. അപ്പം നമുക്ക് കല്യാണം അല്ലേ?
ഈ കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കല്യാണം. എല്ലാവരും ഉണ്ടോ, ഇവരുടെ ആൾക്കാരൊക്കെ ഉള്ളിലുണ്ട്. ഞാൻ പിന്നെ കുറേ പേർക്ക് ചിലപ്പോൾ വീഡിയോയിൽ നിൽക്കാൻ ഇതില്ലാത്തവരുണ്ടാവും, അതുകൊണ്ടാണ് അധികം കാണിക്കാത്തത്. വീഡിയോ കാണിക്കണമെന്നാ ഇത് കാണിച്ചു അല്ലേ? ഇത് ഇനി വന്നേ കാണിച്ചു നോക്കട്ടെ. എന്താ പേര്? ഫാത്തിമ, നല്ല പേര്. നാളത്തെ വ്ലോഗ് നീ കാണണം കേട്ടോ, അതിനകത്ത് ഉണ്ടാവേ. കഴിക്കാം. എന്നാ പിന്നെ ഭക്ഷണം കഴിക്കട്ടെ എല്ലാവരും. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ. ഇന്നത്തെ ദിവസമാണ് കല്യാണത്തിൻ്റെ, നാളെയാണ് ശരിക്കും കല്യാണം. പിന്നെ ഭക്ഷണം ബിരിയാണിയാണ്. ആണ് നമ്മുടെ പെണ്ണിൻ്റെ ഉപ്പ നൗഷാദ്. ഞാൻ ഉറ വിളിക്കുന്നില്ല, നല്ല മനുഷ്യനാണ്, പാവം. നൗഷാദ് മോളുടെ കല്യാണമാണ് അല്ലേ? കാട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുമ്പോ ഞാൻ പറഞ്ഞു ഓരോ മോളുടെ കല്യാണമാണ്. വിചാരിച്ചോട്ടെ പ്രായമുണ്ട് അല്ലേ, ചെറുപ്പക്കാരാന്ന് വിചാരിക്കണ്ടല്ലോ. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ. അപ്പതേ ആ കാണുന്നതാണ് കല്യാണ വീട്. ഞങ്ങളങ്ങനെ കല്യാണ വീട്ടിൽ നിന്ന് പോകുന്നു. ഇനി നാളെയാണ് നമ്മുടെ വീട്. ഇനി നാളെ കല്യാണത്തിന് നമുക്ക് പോകുമ്പോ ബാക്കി വിശേഷങ്ങളൊക്കെ വേണമെങ്കിൽ ഒരു വ്ളോഗിൽ കാണിക്കാം. അതെ അല്ല, നാളത്തെ വ്ളോഗ് വേറെ ഉണ്ട്, നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ്. നമ്മളിപ്പോ ഈ കണ്ടതെല്ലാം നമുക്ക് നാളെ കാണാം. അത് നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ഒരു വ്ളോഗ് എടുത്തിട്ട് പറ്റി നമുക്ക് വേണമെങ്കിൽ കാണിക്കാം. അപ്പൊ തൽക്കാലം വ്ളോഗ് വൈൻഡ് പഠിച്ചാലാ? അല്ല, ബാക്കി നാളെ കാണാൻ വിശേഷങ്ങള്. അപ്പതേ ബാക്കി നാളത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ അതെല്ലാവർക്കും ചേട്ടാ.